ഹലോ ഗൈസ്, പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദുവിനെ വിളിച്ച് ഫ്രണ്ട്സ് പറയുകയാണ് കേട്ടോ, നീ കാരണം അനി മിക്കവാറും അവസാനം ജീവൻ കൊടുക്കുന്ന അവസ്ഥയിലോട്ടാണ് പോകുന്നത്. അവൻ്റെ ജീവിതവും ഇങ്ങനെയായി. നീയൊക്കെ പറഞ്ഞിട്ടല്ലേ അവനെല്ലാം വേണ്ടാന്ന് വെച്ചത്, നിൻ്റെ ചേച്ചിമാരുടെ കാര്യമൊക്കെ ഓർത്തിട്ട്. ഇത് കേൾക്കുമ്പോൾ നന്ദു ചോദിക്കും, അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? നീ ഒന്നും ചെയ്യണ്ട, അവനെ അവോയ്ഡ് ചെയ്യാതിരിക്കാൻ പാടില്ലേ, ഒരു ഫ്രണ്ടായിട്ടെങ്കിലും കാണാൻ പാടില്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, എൻ്റെ വീട്ടിലെ അവസ്ഥയൊക്കെ നിനക്കറിയാമല്ലോ, അതുമാത്രമാണോ അനാമിക ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങൾക്കറിയാം. ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. അവസാനം എനിക്കെന്തേലും പറ്റി അനിയെ നഷ്ടപ്പെട്ട് കഴിയുമ്പം ഇതൊക്കെ പറഞ്ഞ് നീ വിഷമിക്കരുതല്ലോ എന്നോർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പോവാം കേട്ടോ. പിന്നെ കാണിക്കുന്ന അനി ഇങ്ങനെ എന്തോ ആലോചിച്ചെന്ന് വെള്ളത്തിലോട്ട് എടുത്ത് ചാടുന്നതാണ്. അത് നന്ദു പെട്ടെന്ന് സ്വപ്നം കാണുന്നതാണ് കേട്ടോ ഇവർ ഈ പറയുന്നതൊക്കെ കേട്ട്. പെട്ടെന്ന് ടെൻഷനായിട്ട് ഫോണെടുത്ത് അനിയനെ വിളിക്കുവാണ്. അപ്പോൾ അനിയും പേടിച്ചു പോകുന്നുണ്ട്, നന്ദുവിന് എന്തെങ്കിലും പറ്റിയോ എന്നോർത്ത്. എന്നിട്ട് ഒന്ന് കാണണമെന്ന് പറയുവാണ് കേട്ടോ. അനിയപ്പോഴത്തേക്ക് ഓടി വരുവാണ്. നന്ദു പറയുന്നുണ്ട്, ഞാൻ കൂട്ടുകാർ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു, ഇതൊക്കെ സത്യമാണോ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, അവളുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞപ്പോഴേ എൻ്റെ ജീവിതം തീർന്നതാണ്. പിന്നെ മറ്റുള്ളവരെ ഓർത്ത് ഞാൻ വേണ്ടാന്ന് വെച്ചാൽ മുമ്പോട്ട് പോവുകയാണ്. പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയില്ലേ, നന്ദു എന്നെ അറിഞ്ഞുകൊണ്ട് അവോയ്ഡ് ചെയ്യരുത് എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്ക് ഇതെല്ലാം കേട്ടിട്ട് അനി ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി നന്ദു പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞുകൊണ്ട് ഇനി എന്തായാലും അനീനെ അവോയ്ഡ് ചെയ്യില്ല, പക്ഷേ അതിൻ്റെ പേരിൽ നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവാതെ അനി നോക്കണം എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും അത് ഞാൻ മാക്സിമം നോക്കിക്കോളാം എന്ന് പറയുകയാണ്. ഒരു നല്ല ഫ്രണ്ടായിട്ട് ഞാൻ എന്തായാലും കൂടെ ഉണ്ടാവും എന്ന് വാക്ക് കൊടുത്ത് നന്ദു അവിടുന്ന് പിരിയുവാണ് കേട്ടോ. എങ്കിലും ഇതൊക്കെ ഓർത്ത് നന്ദുവിനാകെ ടെൻഷനാണ്. നേരെ അന്ന് അമ്മ കാണാൻ പോയ ജോത്സ്യനെ പോയി കാണുവാണ് കേട്ടോ. ജാതകമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ജോത്സ്യൻ പറയുന്നുണ്ട്, മോളുടെ അമ്മയും മോളുടെ ഇതേ കാര്യം അന്വേഷിച്ച് തന്നെയാണ് വന്നേ, വിവാഹക്കാര്യത്തിൽ അമ്മയോട് പറഞ്ഞു തന്നെ പറയാനുള്ളൂ. പ്രശ്നം വീണ്ടും വെച്ച് നോക്കിയിട്ടും പറയുവാണ്, 1 വർഷത്തിനുള്ളിൽ മോൾ ആരെ സ്നേഹിച്ചോ ആ പയ്യനുമായിട്ട് മോള് യോജിക്കും. അങ്ങനെയാണ് കാണുന്നത്. അതെന്തായാലും ദൈവത്തിൻ്റെ വിധിയല്ലേ, അത് മാറാനൊന്നും പോകുന്നില്ല. ഒരുപാട് വിഷമങ്ങൾ തന്നിട്ടേ ജീവിതത്തിൽ സന്തോഷം കിട്ടുള്ളൂ. അതുകൊണ്ട് കൊച്ചൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട എന്നൊക്കെ തിരുമേനി പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ ജോലിക്കാരത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് പറയാണ്, ചൊവ്വ ഉച്ച സ്ഥാനത്താണ് നിൽക്കുന്നത്, മോളുടെ ജാതകത്തിൽ നല്ല സമയമാണ്, ജോലിക്ക് പറ്റിയ സമയം, രാഷ്ട്രീയ സേവനമോ രാഷ്ട്രസേവനമോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. എന്തേലും പോലീസ് ടെസ്റ്റോ മിലിറ്ററിയിലോട്ടോ വല്ലതും എഴുതിയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, SI ടെസ്റ്റ് എഴുതിയിരുന്നു. എങ്കിൽ അത് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്, ദൈവം അനുഗ്രഹിച്ച് എന്നൊക്കെ പറയുവാണ് കേട്ടോ ജോത്സ്യൻ. എന്നിട്ട് പറയുന്നുണ്ട്, ഒന്നും ഓർത്ത് വിഷമിപ്പിക്കേണ്ട,